എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റിന്റെ മക്ക എന്നറിയപ്പെടുന്ന ലണ്ടനിലെ ചരിത്രപ്രസിദ്ധമായ ലോർഡ്സ് മൈതാനത്ത് ഇന്ത്യയും ആതിഥേയരായ ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന ഈ പരമ്പരയിലെ മൂന്നാമത്തെയും ഏറ്റവും നിർണായകവുമായ ഏകദിന മത്സരത്തിൽ കാണികളെ കാത്തിരുന്നത് അത്യപൂർവമായ ഒരു പോരാട്ടത്തിന്റെ ആവേശമായിരുന്നു. അവിടെ ടോസ് നേടിയ ഇംഗ്ലീഷ് നായകൻ ഹാരി ബ്രൂക്ക് ലോർഡ്സിലെ ഈ പരമ്പരാഗത പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ ധീരമായ തീരുമാനമെടുത്തുകൊണ്ട് ഇന്ത്യൻ ടീമിനെ ബൌളിംഗിനായി ക്ഷണിച്ചപ്പോൾ ഇംഗ്ലണ്ടിനായി ഇന്നിംഗ്സ് തുടക്കാനിറങ്ങിയ ഇടങ്കയ്യന്മാരായ അതിഭയാനക ബാറ്റർ ബെൻ ഡക്കറ്റും യുവതരംഗം ജേക്കബ് ബെഥേലും മൈതാനത്ത് കാലെടുത്തുവെച്ച നിമിഷം മുതൽ ഇന്ത്യൻ പേസ് ബൌളർമാർക്കെതിരെ ഗ്രൌണ്ടിന്റെ നാനാഭാഗത്തേക്കും റണ്ണുകളുടെ അത്യുജ്വലമായ ഒരു വെടിക്കെട്ട് തന്നെ അഴിച്ചുവിടുകയായിരുന്നു. ഇന്നിംഗ്സിന്റെ രണ്ടാം ഓവറിൽ പ്രസീദ് കൃഷ്ണ എറിഞ്ഞ മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗതയുള്ള ഒരു ഇൻസ്വിംഗറിൽ ജേക്കബ് ബെഥേലിന്റെ ബാറ്റിൽ തട്ടിയ പന്ത് ഫൈൻ ലെഗ് ബൌണ്ടറി കടന്ന് മനോഹരമായ ഒരു 4 ആയി മാറിയപ്പോൾ തൊട്ടടുത്ത പന്തിൽ തന്നെ ബെൻ ഡക്കറ്റും ലെഗ് സ്റ്റംപിൽ ലഭിച്ച ഫുൾ ഡെലിവറി ഫ്ലിക്ക് ചെയ്ത് മറ്റൊരു അതിമനോഹരമായ 4 നേടി. മൂന്നാം ഓവറിൽ അഷ്ദീപ് സിംഗ് പാഡുകളിലേക്ക് പന്തെറിയുന്ന തെറ്റ് ചെയ്തയുടനെ ബെഥേൽ അത് സ്ക്വയർ ലെഗിലെ ഗ്യാപ്പിലൂടെ ഫ്ലിക്ക് ചെയ്ത് വീണ്ടും ഒരു 4 കണ്ടെത്തിയപ്പോൾ നാലാം ഓവറിൽ പ്രസീദ് കൃഷ്ണയുടെ പന്തിൽ പോയിന്റിനരികിലൂടെ അവിശ്വസനീയമായ വിധം മികച്ചൊരു സ്ക്വയർ ഡ്രൈവിലൂടെ ബെഥേൽ പന്തിനെ 4 റൺസിനായി അതിർത്തി കടത്തി. ലോർഡ്സ് മൈതാനത്തെ ഈ ചരിവുകൾക്ക് മുന്നിൽ തങ്ങളുടെ ലൈനും ലെങ്തും കണ്ടെത്താനാവാതെ ഇന്ത്യൻ ബൌളർമാർ പൂർണ്ണമായും നിസ്സഹായരായി കാണപ്പെട്ടപ്പോൾ ഏഴാം ഓവറിൽ പുതിയ ബൌളറായ പ്രിൻസ് യാദവ് ആക്രമണത്തിനെത്തിയെങ്കിലും ബെഥേൽ ലെഗ് സ്റ്റംപിൽ ലഭിച്ച ഫ്രീബി പന്ത് ഫ്ലിക്ക് ചെയ്ത് വീണ്ടും ഒരു 4 നേടി. തുടർന്ന് 10ാം ഓവറിൽ പ്രിൻസ് യാദവിന്റെ ഷോർട്ട് ബോളിൽ ശക്തമായ പൊസിഷനിലെത്തിയ ബെഥേൽ ഡീപ് സ്ക്വയർ ലെഗിനു മുകളിലൂടെ അതിശക്തവും ആകാശം മുട്ടുന്നതുമായ ഒരു പടുകൂറ്റൻ സിക്സർ പറത്തുകയും തൊട്ടടുത്ത പന്തിൽ തന്നെ മികച്ചൊരു ഷോർട്ട് ആം ജാബിലൂടെ തുടർച്ചയായ രണ്ടാമത്തെ 4 നേടുകയും ചെയ്തു. ഓപ്പണിംഗ് ബാറ്റർമാരുടെ ഈ ക്രൂരവും നിർദ്ദയവും വിനാശകരവുമായ പ്രത്യാക്രമണം നിർബന്ധിത പവർ പ്ലേ അവസാനിച്ചതിനു ശേഷവും മിഡിൽ ഓവറുകളിൽ അവസാനിക്കുന്ന ലക്ഷണമൊന്നും കാണിക്കാതിരുന്നതോടെ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ ഫീൽഡിംഗ് തന്ത്രങ്ങളെല്ലാം പൂർണ്ണമായും ഫലപ്രദമല്ലാതായി മാറി. ഇന്നിംഗ്സിന്റെ 12ാം ഓവറിൽ പേസർ അഷ്ദീപ് സിംഗ് എറിഞ്ഞ അതിവേഗതയുള്ള ഒരു ഫുൾ ലെങ്ത് ഡെലിവറിയിൽ ഇടങ്കയ്യൻ യുവ ബാറ്റർ ജേക്കബ് ബെഥേൽ തന്റെ അസാമാന്യമായ ക്ലാസ് പ്രകടമാക്കിക്കൊണ്ട് ശക്തമായി ഫ്രണ്ട് ഫുട്ട് മുന്നോട്ടുവെച്ച് ബാറ്റിന്റെ നേരായ മുഖം കാണിച്ച് ബൌളർക്കരികിലൂടെ ഗ്രൌണ്ടിലൂടെ തന്നെ അതിഗംഭീരമായ ഒരു സ്ട്രെയിറ്റ് ഡ്രൈവ് 4 പായിച്ചു. തുടർന്ന് 13ാം ഓവറിൽ ഫാസ്റ്റ് ബൌളർ ഗുർനൂർ ബ്രാർ വീണ്ടും ബൌളിംഗ് നിരയിലേക്ക് വന്നപ്പോൾ ബെൻ ഡക്കറ്റ് അയാൾക്കെതിരെയും റണ്ണുകളുടെ പ്രളയം തുടർന്നു. ഗുർനൂർ മണിക്കൂറിൽ 143 കിലോമീറ്റർ വേഗതയിൽ ഓഫ് സ്റ്റംപിന് പുറത്ത് ഷോർട്ടും വൈഡുമായ ഒരു പന്തെറിയുന്ന തെറ്റു ചെയ്തയുടനെ ഡക്കറ്റ് തന്റെ ഭാരം മികച്ച രീതിയിൽ ബാക്ക് ഫൂട്ടിലേക്ക് മാറ്റി ഒരു ലേറ്റ് കട്ട് ഷോട്ടിലൂടെ പന്തിനെ തേർഡ് മാൻ ബൌണ്ടറിക്ക് പുറത്തേക്ക് മറ്റൊരു മനോഹരമായ 4-നായി അയച്ചു. ഈ പ്രഹരത്തിൽ അല്പം സമ്മർദ്ദത്തിലായ ഗുർനൂർ അതേ ഓവറിലെ അവസാന പന്ത് വീണ്ടും ഫുൾ ലെങ്തിൽ എറിഞ്ഞപ്പോൾ ജേക്കബ് ബെഥേൽ ശക്തമായ നിലപാടെടുത്ത് മറ്റൊരു ആകർഷകമായ സ്ട്രെയിറ്റ് ഡ്രൈവ് 4 കൂടി നേടി. റണ്ണുകളുടെ ഈ ഭയാനകമായ കൊടുങ്കാറ്റ് അതിനുശേഷവും തുടരുകയും ഇന്നിംഗ്സിന്റെ 15ാം ഓവറിൽ ഗുർനൂർ ബ്രാറിന്റെ മണിക്കൂറിൽ 134 കിലോമീറ്റർ വേഗതയുള്ള ഓവർ പിച്ച് പന്തിൽ ബെൻ ഡക്കറ്റ് ശക്തമായ ഒരു കവർ ഡ്രൈവ് കളിച്ച് കവറുകൾക്കിടയിലുള്ള ശൂന്യമായ വിടവിലൂടെ പന്തിനെ കീറിമുറിച്ച് മറ്റൊരു അതിമനോഹരമായ 4 കണ്ടെത്തുകയും ചെയ്തു. ഇതേ ഓവറിലെ അവസാന പന്തിൽ മികച്ചൊരു തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് അഷ്ദീപ് സിംഗ് ബാറ്റ്സ്മാന്റെ ശരീരത്തെ ലക്ഷ്യമാക്കി എറിഞ്ഞ വേഗമേറിയതും വഞ്ചനാപരവുമായ ഒരു ബൌൺസറിൽ സ്ട്രൈക്കിലുണ്ടായിരുന്ന ജേക്കബ് ബെഥേൽ ശക്തമായ ഒരു പുൾ ഷോട്ടിന് ശ്രമിച്ചെങ്കിലും പന്തിന്റെ അധിക വേഗതയും ബൌൺസും കാരണം അദ്ദേഹത്തിന് ഷോട്ടിന്മേൽ നിയന്ത്രണം നിലനിർത്താൻ കഴിയാതെ വരികയും പന്ത് ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി വായുവിൽ നേരെ ഡീപ് സ്ക്വയർ ലെഗ് ബൌണ്ടറിയിലേക്ക് ഉയർന്ന് ഭാഗ്യവശാൽ 4 റൺസിനായി ബൌണ്ടറി കടന്നു. ഈ അതികഠിനമായ 4-ലൂടെ ജേക്കബ് ബെഥേൽ വെറും 40 പന്തുകൾ മാത്രം നേരിട്ട് ഈ സുപ്രധാന മത്സരത്തിൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുകയും അതോടെ സ്കോർ ബോർഡിൽ ഇംഗ്ലണ്ടിന്റെ 100 റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൂർത്തിയാവുകയും ചെയ്തു. തുടർന്ന് 18ാം ഓവറിൽ ഗുർനൂർ ബ്രാറിന്റെ അതിവേഗതയുള്ള ഒരു ഇൻസ്വിംഗറിൽ ജേക്കബ് ബെഥേൽ തന്റെ തുടയിലെ പാഡിൽ തട്ടി ഫൈൻ ലെഗ് ബൌണ്ടറി കടന്ന് 4 ലെഗ് ബൈ റൺസായി മാറിയത് ഇന്ത്യൻ ബൌളർമാരുടെ സമ്മർദ്ദം പൂർണ്ണമായും ഇല്ലാതാക്കി. 19ാം ഓവറിൽ സ്പിന്നർ അക്സർ പട്ടേൽ ആദ്യമായി ബൌളിംഗ് ആക്രമണത്തിനെത്തിയപ്പോൾ ബെൻ ഡക്കറ്റ് അദ്ദേഹത്തിനെതിരെയും തന്റെ ആക്രമണോത്സാഹിതത്തെ വ്യക്തമാക്കി. അക്സർ ലെഗ് സൈഡിലേക്ക് അല്പം വഴിതെറ്റിയ ഒരു പന്തെറിഞ്ഞയുടനെ ഡക്കറ്റ് ഉടൻ തന്നെ പിച്ചിൽ മുട്ടുകുത്തി തന്റെ കൈത്തണ്ടയുടെ കരുത്തിൽ ഫൈൻ ലെഗിലേക്ക് ആകർഷകമായ ഒരു സ്വീപ് ഷോട്ട് കളിച്ച് മറ്റൊരു മികച്ച 4 നേടി. ഇന്നിംഗ്സിന്റെ 22ാം ഓവറിൽ ഗുർനൂർ ബ്രാറിന്റെ ഷോർട്ടും വൈഡുമായ ഒരു പന്തിൽ ബെൻ ഡക്കറ്റ് തന്റെ മാന്ത്രിക കൈത്തണ്ട ഉപയോഗിച്ച് പോയിന്റിനരികിലൂടെ അതിമനോഹരമായ ഒരു ലേറ്റ് കട്ട് കളിച്ച് മിന്നൽ വേഗത്തിൽ ഓടി 2 റൺ സ്വന്തമാക്കി. ഈ ഡബിളിലൂടെ ബെൻ ഡക്കറ്റും വെറും 50 പന്തുകൾക്കുള്ളിൽ തന്റെ അന്താരാഷ്ട്ര ഏകദിന കരിയറിലെ മറ്റൊരു ശക്തവും ചരിത്രപരവുമായ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ ഇംഗ്ലീഷ് ഡ്രസ്സിംഗ് റൂം മുഴുവൻ എഴുന്നേറ്റുനിന്ന് കൈയടിച്ച് ആദരവ് പ്രകടിപ്പിച്ചു. അർദ്ധ സെഞ്ചുറി പൂർത്തിയായതോടെ ഇംഗ്ലണ്ടിന്റെ ഈ ബാറ്റർമാർ റണ്ണൊഴുക്കിന്റെ ഗിയർ ഒന്നുകൂടി മാറ്റി. 23ാം ഓവറിൽ അക്സർ പട്ടേലിന്റെ ഫ്ലൈറ്റഡ് പന്തിൽ ജേക്കബ് ബെഥേൽ മിന്നൽ വേഗം പ്രകടിപ്പിച്ചുകൊണ്ട് ക്രീസിനേറെ പുറത്തേക്ക് വന്ന് പന്തിന്റെ പിച്ചിലെത്തി യാതൊരു മടിയും കൂടാതെ ബാറ്റിന്റെ നേരായ മുഖം കാണിച്ച് ബൌളർക്കരികിലൂടെ ഗ്രൌണ്ടിലൂടെ തന്നെ അതിഗംഭീരമായ ഒരു പടുകൂറ്റൻ സിക്സർ പറത്തി പന്തിനെ നേരിട്ട് കാണികൾക്കിടയിലുള്ള സ്റ്റാൻസിലെത്തിച്ചു. തൊട്ടടുത്ത 24ാം ഓവറിൽ ഓൾറൌണ്ടർ പ്രിൻസ് യാദവിന്റെ പന്തിൽ ബെൻ ഡക്കറ്റ് അനായാസം ഒരു സിംഗിൾ എടുത്തതോടെ സ്കോർ ബോർഡിൽ ഇംഗ്ലണ്ടിന്റെ 150 റൺസിന്റെ കൂറ്റൻ ഓപ്പണിംഗ്
കൂട്ടുകെട്ട് പൂർത്തിയായതുടനെ പ്രിൻസ് യാദവ് എറിഞ്ഞ അല്പം ഷോർട്ട് പിച്ച് പന്തിൽ ജേക്കബ് ബഥേൽ ശക്തമായ ബാക്ക്ഫൂട്ടിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അതിശക്തമായ ഒരു പുൾ ഷോട്ട് കളിച്ച് മിഡ് വിക്കറ്റ് ബൌണ്ടറിയിലൂടെ മറ്റൊരു അത്യുജ്വലമായ 4 നേടി. റണ്ണുകളുടെ ഈ ഭയാനകമായ സുനാമിയും നാശവും തടയുന്നതിനായി ഇന്നിംഗ്സിന്റെ 26-ാം ഓവറിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്റെ ഏറ്റവും വിശ്വസ്തനായ സ്പിന്നർ അക്സർ പട്ടേലിനെ വീണ്ടും ബൌളിംഗിലേക്ക് തിരികെ കൊണ്ടുവന്നു. അക്സർ പട്ടേലിന്റെ മൂന്നാമത്തെ പന്തിൽ ബെൻ ഡക്കറ്റ് തന്റെ ബുദ്ധിസാമർഥ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സ്വിച്ച് ഹിറ്റ് വഴി ശൂന്യമായ റിവേഴ്സ് ഭാഗത്തേക്ക് അതിമനോഹരമായ ഒരു 4 നേടി. ഈ ഓവറിലെ അവസാന പന്തിൽ ഡക്കറ്റിനെതിരെ ഇന്ത്യൻ കളിക്കാർ അതിശക്തമായി അപ്പീൽ ചെയ്തപ്പോൾ മൈതാനത്ത് വലിയൊരു ഹൈ ഡ്രാമ അരങ്ങേറി. ക്രീസിനേറെ പുറത്തുനിന്ന് ഇടങ്കയ്യൻ ബാറ്റൽപായി വായുവിൽ ഡ്രിഫ്റ്റ് ചെയ്ത പന്ത് പിച്ചിൽ കുത്തിയ ശേഷം അതിവേഗം ഉള്ളിലേക്ക് തിരിഞ്ഞ് പാഡിൽ വന്നിടിക്കുകയായിരുന്നു. എന്നാൽ ഫീൽഡ് അമ്പയർ അത് നോട്ട് ഔട്ട് വിധിച്ചതിനെ തുടർന്ന് നായകൻ ശുഭ്മാൻ ഗിൽ ഒട്ടും സമയം പാഴാക്കാതെ ഉടൻ തന്നെ റിവ്യൂ ആവശ്യപ്പെട്ടു. എന്നാൽ സ്ക്രീനിൽ ബോൾ ട്രാക്കിംഗ് തെളിഞ്ഞപ്പോൾ പന്ത് ലെഗ് സ്റ്റമ്പിന് വളരെ പുറത്താണ് പിച്ച് ചെയ്തത് എന്ന് വ്യക്തമായതോടെ ഇന്ത്യൻ ടീമിന് തങ്ങളുടെ വിലപ്പെട്ട ഒരു റിവ്യൂ പൂർണ്ണമായും നഷ്ടപ്പെടുകയാണുണ്ടായത്. ഈ ജീവൻദാനത്തിന്റെ പൂർണ്ണ പ്രയോജനം മുതലെടുത്തുകൊണ്ട് ഇന്നിംഗ്സിന്റെ 31-ാം ഓവറിൽ ഫാസ്റ്റ് ബൌളർ പ്രസീദ് കൃഷ്ണ തിരിച്ചെത്തിയപ്പോൾ ബെൻ ഡക്കറ്റ് അദ്ദേഹത്തിന്റെ പന്തുകളിൽ തുടർച്ചയായി 2 ഫോറുകൾ നേടി നാശം വിതച്ചു. ലെങ്തിലെറിഞ്ഞ ആദ്യ പന്തിൽ ശക്തമായ നിലപാടെടുത്ത ഡക്കറ്റ് ഡീപ് മിഡ് വിക്കറ്റിലേക്ക് ശക്തമായ ഒരു പുൾ ഷോട്ട് കളിച്ച് 4 നേടിയ ശേഷം തൊട്ടടുത്ത പന്തിൽ പ്രസീദിന്റെ യോർക്കർ ലെങ്ത് ഡെലിവറിയിൽ ക്രീസിൽ ഷഫിൾ ചെയ്ത് കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ അതിമനോഹരമായ ഒരു സ്കൂപ്പ് ഷോട്ട് കളിച്ച് തുടർച്ചയായ 2 പന്തുകളിൽ 2 അതിഗംഭീരമായ ഫോറുകൾ സ്വന്തമാക്കി. തൊട്ടടുത്ത 30-ാം ഓവറിൽ പ്രിൻസ് യാദവിന്റെ ഫുൾ ഡെലിവറിയിൽ ജേക്കബ് ബഥേൽ വീണ്ടും ക്രീസിന് പുറത്തേക്കിറങ്ങി മിഡ് ഓഫ് ഫീൽഡറിന്റെ തലയ്ക്ക് നേരെ മുകളിലൂടെ മറ്റൊരു അതിമനോഹരമായ 4 കൂടി നേടി. എന്നാൽ അവസാനം ഇന്നിംഗ്സിന്റെ 31-ാം ഓവറിൽ കഴിഞ്ഞ 30 ഓവറുകളായി ഇന്ത്യ കാത്തിരുന്നതും മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നതുമായ ആ വലിയ വിലപ്പെട്ട വിക്കറ്റ് ഇന്ത്യൻ ടീമിന് ലഭിച്ചു. ഇന്ത്യയ്ക്കായി ഗംഭീര തിരിച്ചുവരവ് നടത്തിയ അതിവേഗ ബൌളർ പ്രസീദ് കൃഷ്ണ അതിരൂക്ഷവും ഭയാനകവുമായ വേഗതയോടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഷോട്ട് ഓഫ് ലെങ്ത് ഡെലിവറി എറിഞ്ഞപ്പോൾ ക്രീസിൽ സെഞ്ചുറിയുടെ തൊട്ടരികിലെത്തിയിരുന്ന ധീരനായ ബാറ്റർ ജേക്കബ് ബഥേലിന് ഈ പന്തിൽ പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെടുകയും ക്രീസിൽ ഷഫിൾ ചെയ്ത് ലെഗ് സൈഡിലേക്ക് മറ്റൊരു ഫ്ളാറ്റ് പുൾ ഷോട്ട് കളിക്കാനുള്ള ഗുരുതരമായ തെറ്റ് അദ്ദേഹം വരുത്തുകയും ചെയ്തു. പന്തിന്റെ അധിക വേഗതയും ബൌൺസും കാരണം ഷോട്ടിന്മേൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതായതോടെ പന്ത് ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി വായുവിൽ നേരെ ഡീപ് സ്ക്വയർ ലെഗ് ബൌണ്ടറിയിലേക്ക് ഉയർന്ന് ഭാഗ്യവശാൽ ബൌണ്ടറി ലൈനിൽ ജാഗ്രതയോടെ നിന്നിരുന്ന ഫീൽഡർ രോഹിത് ശർമ്മ യാതൊരു പിഴവും വരുത്താതെ അത്യന്തം സുരക്ഷിതമായ ഒരു ഗംഭീര ക്യാച്ച് കൈപ്പിടിയിലൊതുക്കിയതോടെ 171 റൺസിന്റെ ആ മഹാ ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് തിരശീല വീണു. സെഞ്ചുറിക്ക് വെറും 9 റൺസ് മാത്രം അകലെ ജേക്കബ് ബഥേൽ കൂടാരത്തിൽ മടങ്ങിയത് പ്രസീദ് കൃഷ്ണയെ ആനന്ദത്തിന്റെ കൊടിമുടിയിലെത്തിച്ചു. അദ്ദേഹം പുറത്തായതിനുശേഷം 3-ാം നമ്പറിലെ ഏറ്റവും നിർണായകമായ സ്ഥാനത്ത് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും ഇതിഹാസ ബാറ്ററായ ജോ റൂട്ട് പുതിയ ബാറ്റ്സ്മാനായി ക്രീസിലെത്തി പോരാട്ടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. തുടർന്ന് കളിയുടെ 32-ാം ഓവറിൽ അർഷ്ദീപ് സിംഗ് ശക്തമായ ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചെങ്കിലും ബെൻ ഡക്കറ്റ് അന്ന് തികച്ചും വ്യത്യസ്തവും രൌദ്രവുമായ ഒരു ഭാവത്തിലായിരുന്നു. അർഷ്ദീപിന്റെ തുടർച്ചയായ 2 ഷോട്ട് പന്തുകളിൽ കരുത്തുള്ള പൊസിഷനിലെത്തിയ അദ്ദേഹം മിഡ് വിക്കറ്റിലേക്കും സ്ക്വയർ ലെഗിലേക്കും 2 അതിശക്തമായ പുൾ ഷോട്ടുകൾ കളിച്ച് ബാക്ക് ടു ബാക്കായി 2 ഗംഭീരമായ ഫോറുകൾ കൂടി നേടി. അതിനുശേഷം 34-ാം ഓവറിൽ ഗുർനൂർ ബ്രാറിന്റെ ഓഫ് സ്റ്റമ്പിന് പുറത്ത് ലഭിച്ച വൈഡ് പന്തിൽ ശക്തമായ നിലപാടെടുത്ത ഡക്കറ്റ് കവറുകളിലെ ശൂന്യമായ വിടവിലൂടെ മറ്റൊരു തകർപ്പൻ 4 പായിച്ചുകൊണ്ട് തന്റെ വ്യക്തിഗത സെഞ്ചുറിയുടെ തൊട്ടരികിലെത്തി. ഈ അവസാനത്തെ അതികഠിനമായ ഫോറോടുകൂടി ഗുർനൂർ ബ്രാറിന്റെ ഈ ഓവർ അവസാനിച്ചപ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ആതിഥേയരായ ഇംഗ്ലണ്ട് ടീം ഇന്നിംഗ്സിന്റെ 25 അല്ല മറിച്ച് മുഴുവൻ 35 ഓവറുകളുടെ കളിയും അവസാനിക്കുമ്പോൾ കേവലം ഒരു പ്രധാന വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി സ്കോർ ബോർഡിൽ മുഴുവൻ 216 റൺസിന്റെ അതിവിശാലവും ശക്തവും വെല്ലുവിളി ചാലിക്കുന്ന പൂർണ്ണമായും ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സ്കോർ പടുത്തുയർത്തിയിരുന്നു. മൈതാനത്ത് ഓപ്പണിംഗ് ബാറ്റർമാൻ ബെൻ ഡക്കറ്റ് 106 പന്തുകൾ നേരിട്ട് 14 അതിമനോഹരമായ ഫോറുകളുടെ സഹായത്തോടെ 97 റൺസ് എന്ന വ്യക്തിഗത സ്കോറിൽ ഒരു വശം ശക്തമായി പിടിച്ച് തന്റെ മഹാസെഞ്ചുറിയുടെ തൊട്ടരികിൽ അപരാജിതനായി ക്രീസിൽ നിലയുറപ്പിച്ചപ്പോൾ മറുവശത്ത് അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകിക്കൊണ്ട് ഇതിഹാസ ബാറ്റർ ജോ റൂട്ട് 10 പന്തുകളിൽ 8 റൺസുമായി അപരാജിതനായി ക്രീസിൽ അങ്കദനെ പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇന്ത്യൻ ടീമിനായി പ്രസീദ് കൃഷ്ണ മാത്രമാണ് ഒരു പ്രധാന വിക്കറ്റ് വീഴ്ത്തിയത്. ഇംഗ്ലണ്ടിന്റെ ഈ ഭയാനകമായ ബാറ്റിംഗും 6.17 എന്ന അതിശക്തമായ നിലവിലെ റൺ റേറ്റും ഇംഗ്ലണ്ട് ടീം ഈ അവസാന ഏകദിന മത്സരത്തിൽ അതിവിശാലമായ ഒരു സ്കോറിലേക്കാണ് കുതിക്കുന്നത് എന്ന് മൈതാനത്ത് പൂർണ്ണമായും വ്യക്തമാക്കി തന്നു. ഇരു ടീമുകളും തമ്മിലുള്ള ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന ലണ്ടനിലെ ചരിത്രപ്രസിദ്ധമായ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യയും ആതിഥേയരായ ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന ഈ മൂന്നാമത്തെയും നിർണായകവുമായ ഏകദിന മത്സരം ഇപ്പോൾ അതിന്റെ ഏറ്റവും അവസാനത്തെയും ആക്രമണോത്സുകത നിറഞ്ഞതും ശ്വാസം അടക്കിപ്പിടിപ്പിക്കുന്നതുമായ യാത്രയിലേക്ക്, അതായത് 35-ാം ഓവർ മുതൽ ഇന്നിംഗ്സ് അവസാനിക്കുന്നതുവരെയുള്ള ചരിത്രപരമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയായിരുന്നു. ഇംഗ്ലണ്ട് ടീം ആദ്യം ബാറ്റ് ചെയ്ത് 35 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 216 റൺസ് എന്ന അതിവിശാലവും വെല്ലുവിളി നിറഞ്ഞതുമായ സ്കോർ പടുത്തുയർത്തിയിരുന്നു.
മൈതാനത്ത് ഓപ്പണിംഗ് ബാറ്റർ ബെൻ ഡക്കറ്റ് 97 റൺസോടെയും അദ്ദേഹത്തോടൊപ്പം ഇതിഹാസ താരം ജോ റൂട്ട് 8 റൺസോടെയും പുറത്താകാതെ ക്രീസിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. ഇംഗ്ലീഷ് ടീം അങ്ങേയറ്റം വിനാശകരവും റെക്കോർഡുകൾ തകർക്കുന്നതുമായ ഒരു സ്കോറിലേക്ക് അതിശക്തമായി മുന്നേറുന്നതാണ് അവിടെ കണ്ടത്. ഇന്നിംഗ്സിന്റെ 36-ാം ഓവറുമായി അതിവേഗ ബോളർ ഗുർനൂർ ബ്രാർ വീണ്ടും ബോളിംഗ് ആക്രമണത്തിനെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഓവറിലെ രണ്ടാമത്തെ ഷോർട്ട് പിച്ച് പന്തിൽ തന്നെ ബെൻ ഡക്കറ്റ് ഗംഭീരമായി പ്രഹരിച്ചു. ബൗൺസിന് മുകളിലെത്തിയ അദ്ദേഹം സ്ക്വയർ ലെഗിന് മുന്നിലൂടെ അതിശക്തമായ ഒരു പുൾ ഷോട്ട് കളിക്കുകയും ഈ കനത്ത ഫോറിലൂടെ ധീരനായ ഓപ്പണർ ബെൻ ഡക്കറ്റ് വെറും 118 പന്തുകൾക്കുള്ളിൽ തന്റെ ചരിത്രപരവും അത്ഭുതകരവുമായ ഒരു മഹാ സെഞ്ചുറി പൂർത്തിയാക്കുകയും ചെയ്തു. വായുവിൽ മുഷ്ടി ചുരുട്ടിയിട്ട് ആവേശത്തോടെ തന്റെ ഹെൽമറ്റ് ഊരി കാണിച്ച് കാണികളുടെ അഭിവാദ്യമേറ്റുവാങ്ങിയ ഡക്കറ്റിനെ ലോർഡ്സ് മൈതാനം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് ആദരിച്ചത്. ഇതേ ഓവറിൽ തന്റെ രൗദ്രഭാവം തുടർന്ന ഡക്കറ്റ് ഗുർനൂർ ബ്രാറിന്റെ തുടർച്ചയായ 3 പന്തുകളിൽ കൂടി 3 അതിമനോഹരമായ ഫോറുകൾ പായിച്ച് ഈ ഓവറിൽ നിന്നും മാത്രം മുഴുവൻ 19 റൺസ് കൊള്ളയടിക്കുകയും ടീമിന്റെ സ്കോർ 250 റൺസ് കടത്തുകയും ചെയ്തു. അതിനുശേഷം 39-ാം ഓവറിൽ അക്സർ പട്ടേലിന്റെ ഫുൾ ലെങ്ത് ഡെലിവറിയിൽ ജോ റൂട്ടും തന്റെ ബുദ്ധിസാമർഥ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കവറുകളിലെ ശൂന്യമായ വിടവിലൂടെ അതിഗംഭീരമായ ഒരു റിവേഴ്സ് സ്വീപ്പ് ഫോർ കണ്ടെത്തി. മിഡിൽ ഓവറുകളിലെ റണ്ണുകളുടെ ഈ പേമാരിക്കിടയിൽ ഇന്നിംഗ്സിന്റെ 44-ാം ഓവറുമായി അതിവേഗ ബോളർ പ്രിൻസ് യാദവ് വീണ്ടും ബോളിംഗ് ആക്രമണത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇന്ത്യ അത്യധികം കൊതിച്ചിരുന്ന ആ ഏറ്റവും വലിയ വിലപ്പെട്ട വിക്കറ്റ് ടീം ഇന്ത്യക്ക് ലഭിച്ചു. പ്രിൻസ് യാദവ് അതിബുദ്ധിപരമായി വേഗത കുറഞ്ഞ ഒരു ഷോട്ട് ഡെലിവറി പിച്ചിലെറിഞ്ഞപ്പോൾ സ്ട്രൈക്കിലുണ്ടായിരുന്ന അപകടകാരിയായ ഓപ്പണർ ബെൻ ഡക്കറ്റ് ഈ സ്ലോ ബോളിൽ പൂർണ്ണമായും കബളിപ്പിക്കപ്പെടുകയും വളരെ നേരത്തെ തന്നെ പുൾ ഷോട്ട് കളിക്കാനുള്ള ഗുരുതരമായ തെറ്റ് വരുത്തുകയും ചെയ്തു. പന്ത് ബാറ്റിന്റെ താഴെ ഭാഗത്ത് തട്ടി നേരെ വായുവിൽ ഉയർന്ന് ബോളർ പ്രിൻസ് യാദവിന്റെ കൈകളിൽ അനായാസമായ ഒരു ക്യാച്ചായി അവസാനിച്ചു. ലോർഡ്സ് മൈതാനത്തെ ഏതൊരു ബാറ്റ്സ്മാനും നേടുന്ന ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ശേഷമാണ് ഡക്കറ്റ് കൂടാരത്തിലേക്ക് മടങ്ങിയത്. അദ്ദേഹം പുറത്തായതിനു ശേഷം 4-ാം നമ്പറിൽ നായകൻ ഹാരി ബ്രൂക്ക് ക്രീസിലെത്തി. ഇതിന് തൊട്ടു പിന്നാലെ 46-ാം ഓവറിൽ ഗുർനൂർ ബ്രാറിന്റെ രണ്ടാമത്തെ പന്തിൽ ജോ റൂട്ട് ഫൈൻ ലെഗിലേക്ക് മറ്റൊരു മനോഹരമായ ഫോർ കൂടി നേടി ആ സിംഗിളിലൂടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ തന്റെ തുടർച്ചയായ 6ാമത്തെ ഏറ്റവും ശക്തവും ചരിത്രപരവുമായ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി ബാറ്റ് വായുവിൽ ഉയർത്തി കാണിച്ചു. ഇതേ ഓവറിൽ തന്നെ റൂട്ട് അക്സർ പട്ടേലിന്റെ പന്തിൽ മറ്റൊരു ആകർഷകമായ റിവേഴ്സ് സ്കൂപ്പ് ഫോർ കൂടി പറത്തിയിരുന്നു. എന്നാൽ കളിയുടെ 47-ാം ഓവറിൽ ഫാസ്റ്റ് ബോളർ പ്രസീദ് കൃഷ്ണ ഇന്ത്യയ്ക്ക് 3ാമത്തെ ആഘാതം നൽകി. പ്രസീദ് ആംഗിളിലൂടെ ഉള്ളിലേക്ക് വന്ന ഒരു ഫുൾ ഡെലിവറി എറിഞ്ഞപ്പോൾ നായകൻ ഹാരി ബ്രൂക്ക് ഒരു വലിയ ഷോട്ട് കളിക്കാനുള്ള ശ്രമത്തിൽ ടൈമിംഗ് തെറ്റിച്ച് വായുവിൽ ഉയർന്ന് നേരെ ലോങ് ഓണിൽ നിന്നിരുന്ന ഫീൽഡർ വിരാട് കോഹ്ലിയുടെ കൈകളിൽ അനായാസമായ ഒരു ക്യാച്ചായി അവസാനിച്ചു. ബ്രൂക്ക് പുറത്തായതിനു ശേഷം 4-ാം നമ്പറിൽ വിസ്ഫോടകകാരി വിക്കറ്റ് കീപ്പർ ബാറ്റർ ജോസ് ബട്ട്ലർ പുതിയ ബാറ്റ്സ്മാനായി ക്രീസിലിറങ്ങി. ജോസ് ബട്ട്ലർ മൈതാനത്ത് കാലെടുത്തു വെച്ച നിമിഷം മുതൽ ഇന്ത്യൻ ബോളർമാർക്കെതിരെ ലോർഡ്സ് മൈതാനത്തുണ്ടായിരുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ ആരാധകരെ പൂർണ്ണമായും സ്തബ്ധരാക്കുന്ന തരത്തിൽ വിനാശകരവും ഭയാനകവുമായ ഒരു താണ്ഡവം തന്നെ ആരംഭിച്ചു. ഇന്നിംഗ്സിന്റെ 48-ാം ഓവറിൽ ഗുർനൂർ ബ്രാർ വീണ്ടും തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പന്തുകളെ പിച്ചി ചീന്തിക്കൊണ്ട് ബട്ട്ലർ തുടർച്ചയായ 2 കനത്ത ഫോറുകൾ പായിച്ച് തുടർന്ന് ഓവറിലെ അവസാന പന്തിൽ ലഭിച്ച ഒരു ഹൈ ഫുൾ ടോസ് പൂർണ്ണമായും മുതലെടുത്തുകൊണ്ട് ഡീപ് മിഡ് വിക്കറ്റ് ബൌണ്ടറിക്ക് മുകളിലൂടെ അതിശക്തവും ആകാശം മുട്ടുന്നതുമായ ഒരു കൂറ്റൻ സിക്സർ പറത്തുകയും ചെയ്തതോടെ ഈ ഓവറിൽ നിന്നും മാത്രം 23 റൺസ് പിറക്കുകയും ഗുർനൂർ ബ്രാർ തന്റെ 10 ഓവർ സ്പെല്ലിൽ വിക്കറ്റുകളൊന്നും നേടാതെ മുഴുവൻ 97 റൺസ് വഴങ്ങുകയും ചെയ്തു. പ്രഹരം അവിടെയും അവസാനിച്ചില്ല. 49-ാം ഓവറിൽ പ്രസീദ് കൃഷ്ണയുടെ പന്തുകളിൽ ജോസ് ബട്ട്ലർ തുടർച്ചയായ 2 ഭയാനകവും ഗഗനഭേദ്യവുമായ കൂറ്റൻ സിക്സറുകൾ പറത്തുകയും തൊട്ടടുത്ത പന്തിൽ മറ്റൊരു അത്യുജ്വലമായ ഫോർ കൂടി നേടി വെറും 8 പന്തുകളിൽ നിന്ന് 30 റൺസ് അടിച്ചുകൂട്ടുകയും ചെയ്തു. ഇതിലൂടെ ഇംഗ്ലണ്ടിന്റെ സ്കോർ ബോർഡിൽ 350 കടന്നു. ഇതേ ഓവറിലെ അവസാന പന്തിൽ ജോ റൂട്ടും പ്രസീദ് കൃഷ്ണയുടെ ഒരു ലോ ഫുൾ ടോസ് പന്തിൽ ബുദ്ധിപൂർവ്വം ഫൈൻ ലെഗിലെ ശൂന്യമായ വിടവിലൂടെ മറ്റൊരു കനത്ത ഫോർ കൂടി നേടിയതോടെ പ്രസീദ് കൃഷ്ണയുടെ ഈ ഓവറിൽ നിന്ന് മുഴുവൻ 23 റൺസ് വരികയും ഇന്ത്യൻ ബോളർമാർ പൂർണ്ണമായും നിസ്സഹായരായി കാണപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഈ ആവേശകരമായ മത്സരം അതിന്റെ തികച്ചും അവസാനത്തെയും 50-ാമത്തെയും ഓവറിന്റെ ആവേശകരമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു. അവിടെ അതിവേഗ ബോളർ പ്രിൻസ് യാദവ് തന്റെ അവസാന പന്തുകൾ എറിയാനെത്തി. ജോ റൂട്ട് പ്രിൻസിന്റെ രണ്ടാമത്തെ പന്തിൽ ശക്തമായ പൊസിഷനിലെത്തി ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന്റെ ഗ്യാപ്പിലൂടെ അതിമനോഹരമായ ഒരു ഫോർ നേടിയ ശേഷം തൊട്ടടുത്ത അതായത് 3ാമത്തെ പന്തിൽ പ്രിൻസിന്റെ ലോ ഫുൾ ടോസിനെ അതിവിദഗ്ധമായി വിക്കറ്റ് കീപ്പർക്ക് മുകളിലൂടെ സ്കൂപ്പ് ചെയ്ത് തുടർച്ചയായ 2ാമത്തെ ഫോറും സ്വന്തമാക്കി. ഇതേ ഓവറിലെ അവസാന പന്തിൽ ജോസ് ബട്ട്ലർ പ്രിൻസ് യാദവ് ഓഫ് സ്റ്റംപിന് പുറത്തെറിഞ്ഞ വൈഡ് ഫുൾ ടോസിൽ ശക്തമായ നിലപാടെടുത്ത് കൈത്തണ്ടയുപയോഗിച്ച് പോയിന്റിനരികിലൂടെ സ്ലൈസ് ചെയ്ത് അതിമനോഹരമായ ഒരു ഫോർ പായിച്ചപ്പോൾ അത് തടയാൻ ഇന്ത്യൻ ഫീൽഡർമാർക്ക് യാതൊരു അവസരവും ഉണ്ടായിരുന്നില്ല. ഈ അവസാനത്തെ അതിശക്തമായ ഫോറോടുകൂടിയും പ്രിൻസ് യാദവിന്റെ ഈ വിലപ്പെട്ട ഓവറിന്റെ അവസാനത്തോടുകൂടിയും ആതിഥേയരായ ഇംഗ്ലണ്ട് ടീം നിശ്ചിത 50 ഓവറുകളുടെ കളി അവസാനിക്കുമ്പോൾ കേവലം 3 പ്രധാന വിക്കറ്റുകളുടെ നഷ്ടത്തിൽ സ്കോർ ബോർഡിൽ മുഴുവൻ 387 റൺസ് എന്ന അതിവിശാലവും ശക്തവും റെക്കോർഡുകൾ തകർക്കുന്നതും വെല്ലുവിളി നിറഞ്ഞതും ഭയാനകവുമായ ഒരു മഹാസ്കോർ പടുത്തുയർത്തുന്നതിൽ വിജയിച്ചു. മൈതാനത്ത് ഇതിഹാസ ബാറ്റർ ജോ റൂട്ട് 88 പന്തുകൾ നേരിട്ട് 9 മനോഹരമായ ഫോറുകളുടെ പിൻബലത്തിൽ 74 റൺസിന്റെ അത്യധികം ധീരവും പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷകനുമായ ഒരു ഇന്നിംഗ്സ് കളിച്ച് പുറത്താകാതെ ക്രീസിൽ നിന്ന് മടങ്ങിപ്പോയപ്പോൾ മറുവശത്ത് അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകിയ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജോസ് ബട്ട്ലർ വെറും 13 പന്തുകളിൽ 4 കനത്ത ഫോറുകളുടെയും 3 ഭയാനകമായ സിക്സറുകളുടെയും സഹായത്തോടെ 41 റൺസിന്റെ
മഹാവിനാശകരമായ ഒരു ഇന്നിംഗ്സ് കഴിച്ച് പുറത്താകാതെ നിലയുറപ്പിച്ചു. ഇന്ത്യൻ ടീമിനായി പ്രസീദ് കൃഷ്ണ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ പ്രിൻസ് യാദവ് ഒരു വിക്കറ്റ് സ്വന്തമാക്കി. എന്നാൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് എന്ന പടുകൂറ്റൻ ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യൻ ടീമിനായി നായകൻ ശുഭ്മാൻ ഗില്ലും ഇതിഹാസ താരം രോഹിത് ശർമ്മയും ചേർന്ന് തികച്ചും ആത്മവിശ്വാസത്തോടെയുള്ള ഒരു അത്യുജ്വല തുടക്കമാണ് നൽകിയത്. ഇന്നിംഗ്സിന്റെ 3-ാം ഓവറിൽ ജോഫ്ര ആർച്ചറുടെ ഫുൾ ലെങ്ത് പന്തിനെ മനോഹരമായി കവറുകളിലൂടെ ഡ്രൈവ് ചെയ്ത് ഗിൽ തന്റെ ക്ലാസ് വ്യക്തമാക്കിയപ്പോൾ 5-ാം ഓവറിൽ വീണ്ടും ആർച്ചർ നൽകിയ വൈഡ് പന്തിനെ പോയിന്റിലൂടെ അതിശക്തമായി പായിച്ച് അദ്ദേഹം കാണികളുടെ ആവേശം വാനോളമുയർത്തി. മറുവശത്ത് 6-ാം ഓവറിൽ ഗസ് ആറ്റ്കിൻസിനെതിരെ ക്രീസിന് പുറത്തേക്കിറങ്ങി ലെഗ് സൈഡിലേക്ക് മാറി ബാറ്റ് വീശിയ രോഹിത് ശർമ്മയ്ക്ക് പന്തിന്റെ മുകൾ ഭാഗത്ത് തട്ടിയ ഒരു ഔട്ട്സൈഡ് എഡ്ജിലൂടെ ഭാഗ്യവത്തായ ഒരു 4 ലഭിച്ചെങ്കിലും 7-ാം ഓവറിൽ ആർച്ചറുടെ വയറിന് ഒപ്പമുയർന്ന ഷോർട്ട് ബോളിനെ അതിമനോഹരമായ ഒരു ഷോർട്ട് ആം ജാബിലൂടെ സ്ക്വയർ ലെഗിലേക്ക് ഗിൽ 4 പറത്തിയത് ലോർഡ്സ് മൈതാനത്ത് വിസ്മയം സൃഷ്ടിച്ചു. 8-ാം ഓവറിൽ ജോഷ് ടങ് ബൌളിംഗിനെത്തിയപ്പോൾ രോഹിത് ശർമ്മ തന്റെ പൂർണ്ണമായ രൗദ്രരൂപം പുറത്തെടുക്കുകയും പാഡുകളിലേക്ക് വന്ന 140 കിലോമീറ്റർ വേഗതയുള്ള പന്തിനെ ഫൈൻ ലെഗിലേക്ക് ഗ്ലാൻസ് ചെയ്ത് 4 നേടുകയും തൊട്ടടുത്ത പന്തിൽ അരയ്ക്കൊപ്പം ഉയർന്ന പന്തിനെ ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് അതിശക്തമായി പുൾ ചെയ്ത് ബാക്ക് ടു ബാക്ക് 4കൾ കണ്ടെത്തുകയും ഒടുവിൽ അതേ ഓവറിലെ 5-ാം പന്തിൽ ടങ്ങിന്റെ ഷോർട്ട് ബോളിനെ ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിന് മുകളിലൂടെ അതിശക്തമായി വായുവിൽ പറത്തി തന്റെ ആദ്യ സിക്സർ നേടുകയും ചെയ്തതോടെ സ്റ്റേഡിയത്തിൽ രോഹിത് എന്ന മന്ത്രധ്വനികൾ മുഴങ്ങിത്തുടങ്ങി. 9-ാം ഓവറിൽ ആർച്ചറുടെ വേഗതയേറിയ ഷോർട്ട് ബോളിനെ ഗിൽ സ്ക്വയർ ലെഗിലൂടെ 4 ആക്കി മാറ്റിയെങ്കിലും തൊട്ടടുത്ത നിമിഷങ്ങളിൽ മൈതാനത്ത് വലിയൊരു റൺ ഔട്ട് അനിശ്ചിതത്വം ഉടലെടുത്തു. മിഡോണിലേക്ക് പന്തടിച്ച ശേഷം ഗിൽ ക്രീസിന്റെ പകുതിയോളം ഓടിയെത്തിയപ്പോൾ രോഹിത് തന്റെ ക്രീസ് വിട്ടിരുന്നില്ല. എന്നാൽ തിരിഞ്ഞോടി ഡൈവ് ചെയ്ത ഗില്ലിനെ റണ്ണൌട്ടാക്കാൻ സാം കരണിന് നേരിട്ടുള്ള ത്രോയിലൂടെ സാധിക്കാതിരുന്നതിനാൽ ഒരു പുഞ്ചിരിയോടെ ഗിൽ തന്റെ വിക്കറ്റ് തിരിച്ചുപിടിച്ചു. 11-ാം ഓവറിൽ സാം കരന്റെ പന്തിൽ ഒരു സിംഗിളിലൂടെ ഇന്ത്യയുടെ 50 റൺസ് തികച്ചപ്പോൾ അതേ ഓവറിൽ തന്നെ രോഹിത് ഒരു ഇൻസൈഡ് എഡ്ജ് 4ഉം ലെഗ് സൈഡിലെ ഷോർട്ട് ബോളിനെ ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് പുൾ ചെയ്ത് തന്റെ 2ാമത്തെ സിക്സറും കണ്ടെത്തി സ്കോർ ബോർഡിന്റെ വേഗത വർദ്ധിപ്പിച്ചു. 12-ാം ഓവറിൽ ജോഷ് ടങ്ങിന്റെ ഷോർട്ട് ബോളിനെ ഗിൽ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ സ്ക്വയർ ലെഗിലേക്ക് 4 ആക്കി മാറ്റിയെങ്കിലും 13-ാം ഓവറിൽ കരന്റെ പന്തിനെ ക്രീസിന് പുറത്തേക്കിറങ്ങി മിഡ് ഓഫിന് മുകളിലൂടെ 1 ബൗൺസ് 4 ആക്കി മാറ്റിയതും 14-ാം ഓവറിൽ ടങ്ങിന്റെ ഓവർ പിച്ച് പന്തിനെ ഷോർട്ട് കവറിന്റെ ഇടതിലൂടെ തകർപ്പൻ 4 ആക്കിയതും ഗില്ലിന്റെ അസാമാന്യ പ്രതിഭയുടെ തെളിവായിരുന്നു. 15-ാം ഓവറിൽ ആദിൽ റഷീദിനെ സ്വാഗതം ചെയ്തുകൊണ്ട് കവറുകൾക്ക് മുകളിലൂടെ ഇൻസൈഡ് ഔട്ട് ഷോട്ടിലൂടെ ഒരു 4ഉം തുടർന്ന് ഒരു ഡബിളും നേടി ഗിൽ തന്റെ മനോഹരമായ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി ബാറ്റ് വായുവിൽ ഉയർത്തിയപ്പോൾ 16-ാം ഓവറിൽ ആറ്റ്കിൻസണിന്റെ ഹാഫ് വോളി പന്തിൽ ഗിൽ കളിച്ച അതിഗംഭീരമായ കവർ ഡ്രൈവ് 4 കാണികളെ അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിച്ചു. 19-ാം ഓവറിൽ റഷീദിന്റെ പന്തിൽ രോഹിത് എടുത്ത സിംഗിളിലൂടെ ഇന്ത്യയുടെ 100 റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൂർത്തിയായതിനു പിന്നാലെ 20-ാം ഓവറിൽ വിൽ ജാക്സിന്റെ പന്തിൽ ഗിൽ ഒരു കട്ട് ഷോട്ടിലൂടെ 4 നേടിയപ്പോൾ 21-ാം ഓവറിൽ ആറ്റ്കിൻസണെതിരെ രോഹിത് ശർമ്മ ഒരു പാഡിൽ ഷോട്ടിലൂടെയും പിന്നീട് ഒരു സ്കൂപ്പ് ഷോട്ടിലൂടെയും തുടർച്ചയായ 4കൾ നേടി ഏകദിനത്തിലെ തന്റെ 63-ാം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി കാണികളുടെ നിറഞ്ഞ കയ്യടികൾ ഏറ്റുവാങ്ങി. 22-ാം ഓവറിൽ ജാക്സിന്റെ പന്തിനെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ അതിദൂരേക്ക് പറത്തി ഗിൽ ഗംഭീരമായൊരു സിക്സർ നേടിയെങ്കിലും അതിനുശേഷം താരത്തിന് കാലിലെ പേശി വലിവും കഠിനമായ വേദനയും അനുഭവപ്പെട്ടു തുടങ്ങി. 23-ാം ഓവറിൽ റഷീദിനെ സ്വീപ്പ് ചെയ്ത് രോഹിത് 4 നേടിയപ്പോൾ 24-ാം ഓവറിൽ ആർച്ചറുടെ ബൗൺസറിനെ കീപ്പർക്ക് മുകളിലൂടെ പുൾ ചെയ്ത് 4ഉം അടുത്ത പന്തിൽ മിഡോണിലൂടെ മറ്റൊരു 4ഉം അടിച്ചെടുത്ത് റൺമഴ പെയ്യിക്കുമ്പോഴാണ് ഇന്ത്യയെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് 25-ാം ഓവറിൽ റഷീദിന്റെ സ്ലൈഡർ പന്തിൽ സ്വീപ്പ് ഷോട്ടിന് ശ്രമിച്ചെങ്കിൽ LBWയിൽ കുടുങ്ങി റിവ്യൂ എടുത്തുവെങ്കിലും അമ്പയറുടെ തീരുമാനം ശരിവയ്ക്കും കൊണ്ട് 84 പന്തിൽ 8 4കളും ഒരു സിക്സർ മടക്കിൽ 77 റൺസുമായി കൂടാരത്തിലേക്ക് മടങ്ങിയത് ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടത്തിന് ശേഷം 3-ാം നമ്പറിൽ സാക്ഷാൽ വിരാട് കോഹ്ലി ക്രീസിലെത്തിയപ്പോൾ മറുവശത്ത് രോഹിത് തന്റെ സംഹാരതാണ്ഡവം തുടരുകയായിരുന്നു. 26-ാം ഓവറിൽ ആർച്ചറുടെ വൈഡ് പന്തിൽ രോഹിത് ശക്തമായി പ്രഹരിച്ചപ്പോൾ 27-ാം ഓവറിൽ റഷീദിന്റെ ലെഗ് സൈഡ് പന്തിൽ 4 നേടിയതിന് തൊട്ടു പിന്നാലെ കോഹ്ലി തന്റെ ആദ്യ 4 സ്ട്രെയിറ്റ് ഡ്രൈവിലൂടെ അത്യുജ്വലമായി കണ്ടെത്തി താനും ഒരുങ്ങി തന്നെയാണെന്ന് തെളിയിച്ചു. 29-ാം ഓവറിൽ ആർച്ചറുടെ ലെങ്ത് പന്തിനെ കോഹ്ലി ഓൺ സൈഡിലേക്ക് 4 അടിച്ചു മാറ്റിയപ്പോൾ 30-ാം ഓവറിൽ ജോഷ് ടങ്ങിന്റെ പന്തുകളെ തുടർച്ചയായി 2 തവണ അതിശക്തമായി ലോർഡ്സ് ആകാശത്തേക്ക് പറത്തി രോഹിത് ബാക്ക് ടു ബാക്ക് സിക്സറുകൾ നേടി കാണികളെ ആവേശത്തിന്റെ പരകോടിയിലെത്തിച്ചു. ഒടുവിൽ 31-ാം ഓവറിൽ ആദിൽ റഷീദിന്റെ പന്തിൽ ഒരു വമ്പൻ സ്ലോഗ് സ്വീപ്പിലൂടെ കൗ കോർണറിലേക്ക് ബൗണ്ടറി പായിച്ചുകൊണ്ട് രോഹിത് തന്റെ കരിയറിലെ 34-ാമത്തെ ഏകദിന സെഞ്ചുറി പൂർത്തിയാക്കിയ നിമിഷം സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കുകയും കോച്ച് ഗൗതം ഗംഭീർ അടക്കമുള്ള ഇന്ത്യൻ ക്യാമ്പ് ആവേശത്തോടെ കൈയടിക്കുകയും ചെയ്തപ്പോൾ വിരമിക്കൽ അഭ്യൂഹങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള മറുപടിയായി ഹെൽമറ്റ് അഴിക്കാതെ ബാറ്റ് മാത്രം ഉയർത്തിക്കാട്ടി വിരാട് കോഹ്ലിയെ കെട്ടിപ്പിടിച്ച് രോഹിത് ആ അവിസ്മരണീയ നിമിഷം ആഘോഷിച്ചു. സെഞ്ചുറിക്ക് ശേഷവും രോഹിത്തിന്റെ
അശ്വമേധം അവസാനിച്ചില്ല. 32-ാം ഓവറിൽ റഷീദിനെതിരെ വിരാട് കോഹ്ലി സ്ട്രെയിറ്റ് ഡ്രൈവിലൂടെ 4 നേടിയപ്പോൾ 34-ാം ഓവറിൽ സാം കറന്റെ സ്ലോ ബോളുകളെ അതിവിദഗ്ധമായി നേരിട്ട് രോഹിത് തുടർച്ചയായ 4കൾ നേടി തന്റെ ടീമിനെ എളുപ്പത്തിൽ വിജയത്തിലേക്ക് നയിക്കുമെന്ന് തോന്നിപ്പിച്ചു. 35-ാം ഓവറിലും 37-ാം ഓവറിലും ജേക്കബ് ബഥേലിനും സാം കറനുമെതിരെ അതിമനോഹരമായ 4കൾ പായിച്ച് ഈ കൂട്ടുകെട്ട് ഇന്ത്യയെ ശക്തമായ നിലയിലെത്തിച്ചെങ്കിലും 39-ാം ഓവറിൽ മത്സരത്തിന്റെ ഗതി തന്നെ പൂർണ്ണമായും മാറ്റിമറിച്ച ആ വലിയ ദുരന്ത നിമിഷം ഇന്ത്യയെ തേടിയെത്തി. ജേക്കബ് ബഥേലിന്റെ ഓവറിലെ 3-ാം പന്തിൽ അതിശക്തമായൊരു സിക്സർ പറത്തിയതിന് പിന്നാലെ ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് പോയ പന്തിൽ സ്വീപ്പ് ഷോട്ടിന് ശ്രമിച്ച് രോഹിതിന് പിഴയ്ക്കുകയും പന്ത് പാഡിലുരസി മിഡിൽ സ്റ്റമ്പ് പിഴുതെറിയുകയും ചെയ്തതോടെ 110 പന്തിൽ 17 അതിമനോഹരമായ 4കളും 5 പടുകൂറ്റൻ സിക്സറുകളും അടക്കം 138 റൺസ് എന്ന ഇതിഹാസതുല്യമായ ഇന്നിംഗ്സ് കാഴ്ചവെച്ച രോഹിത് ശർമ്മ ലോർഡ്സിലെ കാണികളുടെ നിറഞ്ഞ കയ്യടികൾക്കിടയിലൂടെ നിരാശയോടെ മടങ്ങി. ഈ നിർണായക വിക്കറ്റോടെ മത്സരത്തിന്റെ നിയന്ത്രണം പതിയെ ഇംഗ്ലണ്ടിന്റെ കൈകളിലേക്ക് വഴുതി മാറുകയായിരുന്നു. ബഥേൽ തന്റെ 6 ഓവറുകളിൽ വെറും 39 റൺസ് മാത്രം വഴങ്ങി ആ സുപ്രധാന വിക്കറ്റ് വീഴ്ത്തിയത് ഇംഗ്ലണ്ടിന് വലിയ ഊർജ്ജം പകർന്നു. കോഹ്ലിയോടൊപ്പം ക്രീസിലൊന്നിച്ച് ഇഷാൻ കിഷൻ 41-ാം ഓവറിൽ ബഥേലിനെതിരെ ഒരു മികച്ച ബൗണ്ടറി നേടിയെങ്കിലും മറുവശത്ത് ആവശ്യമായ റൺ റേറ്റ് കുതിച്ചുയർന്നുകൊണ്ടിരുന്നു. 42-ാം ഓവറിൽ വിൽ ജാക്സനെതിരെ ഒരു തകർപ്പൻ സിക്സറിലൂടെ വിരാട് കോഹ്ലി ലോർഡ്സ് മൈതാനത്തെ തന്റെ ആദ്യ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ സ്റ്റേഡിയത്തിൽ നേരിയ പ്രതീക്ഷകൾ ബാക്കിയുണ്ടായിരുന്നെങ്കിലും 44-ാം ഓവറിൽ സാം കറന്റെ അതിവിദഗ്ധവും വഞ്ചനാപരവുമായ സ്ലോ ബോളുകൾ ഇന്ത്യൻ മധ്യനിരയുടെ നട്ടെല്ലൊടിച്ചു. ആ ഓവറിലെ 4-ാം പന്തിൽ സാം കറന്റെ 87 കിലോമീറ്റർ വേഗതയുള്ള സ്ലോ ഡെലിവറിയിൽ ഇഷാൻ കിഷൻ ഉയർത്തിയടിച്ച പന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡർ റേഹാൻ അഹമ്മദിന്റെ കൈകളിൽ സുരക്ഷിതമായി ഒതുങ്ങിയപ്പോൾ 14 റൺസുമായി ഇഷാൻ കിഷൻ മടങ്ങി. തൊട്ടു പിന്നാലെ അതിസമ്മർദ്ദത്തിൽ ക്രീസിലെത്തിയ ശ്രേയസ് അയ്യർക്കും പിടിച്ചു നിൽക്കാനായില്ല. 45-ാം ഓവറിൽ സാം കറന്റെ മറ്റൊരു സ്ലോ ബോളിൽ വലിയ ഷോട്ടിന് ശ്രമിച്ച ശ്രേയസ് അയ്യർ പന്ത് വായുവിൽ ഉയർത്തുകയും ഓടിയെത്തിയ റേഹാൻ അഹമ്മദ് ഒരു തകർപ്പൻ ഡൈവിംഗ് ക്യാച്ചിലൂടെ താരത്തെ റൺസ് ഒന്നുമില്ലാതെ 3 പന്തുകൾക്കുള്ളിൽ തന്നെ പുറത്താക്കുകയും ചെയ്തു. സാം കറൻ തന്റെ അവസാന ഓവറുകളിൽ തീപ്പൊരി പാറിക്കുന്ന ബൌളിംഗ് പ്രകടനമാണ് പിന്നീട് പുറത്തെടുത്തത്. 46-ാം ഓവറിൽ ജേക്കബ് ബഥേലിനെതിരെ കോഹ്ലി ഒരു പടുകൂറ്റൻ സിക്സർ പറത്തിയെങ്കിലും തൊട്ടടുത്ത ഓവറിൽ വീണ്ടും സാം കറൻ എന്ന മാന്ത്രികനു മുന്നിൽ ഇന്ത്യൻ പ്രതീക്ഷകൾ ഒന്നാകെ വീണുടഞ്ഞു. തന്റെ വിശ്വരൂപം പുറത്തെടുത്ത സാം കറന്റെ 122 കിലോമീറ്റർ വേഗതയുള്ള ഷോട്ട് ഓഫ് ലെങ്ത് പന്തിൽ പുൾ ഷോട്ടിന് ശ്രമിച്ച വിരാട് കോഹ്ലിയുടെ ബാറ്റിന്റെ അരികിൽ തട്ടിയ പന്ത് നേരെ എക്സ്ട്രാ കവറിൽ നിന്നിരുന്ന ഹാരി ബ്രൂക്കിന്റെ കൈകളിൽ സുരക്ഷിതമായി എത്തിയപ്പോൾ 60 പന്തിൽ 4 4കളും 3 സിക്സറുകളും അടക്കം 74 റൺസ് എടുത്ത വിരാട് കോഹ്ലി ലോർഡ്സ് മൈതാനത്തോട് അവസാനമായി വിട പറയുന്നത് പോലുള്ള അത്രയും ഹൃദയഭേദകമായ ദൃശ്യത്തിന് സ്റ്റേഡിയം മൂകസാക്ഷിയായി. പിന്നീട് വന്ന KL രാഹുൽ 47-ാം ഓവറിൽ ജോഫ്ര ആർച്ചറിനെതിരെ തുടർച്ചയായി 2 4കൾ നേടി ഒരു ചെറിയ ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചെങ്കിലും അതേ ഓവറിലെ 3-ാം പന്തിൽ ആർച്ചറുടെ അതിവേഗ പന്തിൽ രാഹുലിന്റെ മിഡിൽ സ്റ്റമ്പ് പിഴുതുപോയത് ഇന്ത്യൻ ഡഗ്ഔട്ടിനെ പൂർണ്ണമായും നിശബ്ദമാക്കി. 48-ാം ഓവറിൽ സാം കറന്റെ വഞ്ചനാപരമായ മറ്റൊരു ഡെലിവറിയിൽ അക്സർ പട്ടേൽ ലോങ് ഓണിൽ വിൽ ജാക്സന് ക്യാച്ച് നൽകി കേവലം 2 റൺസുമായി മടങ്ങിയതോടെ ഇന്ത്യയുടെ പരാജയം ഔദ്യോഗികമായി തന്നെ ഉറപ്പായി. അവസാന ഓവറുകളിൽ അർഷ്ദീപ് സിംഗും ഗുർനൂർ ബ്രാറും ചേർന്ന് ജോഫ്ര ആർച്ചറിനെയും സാം കറനെയും ആദിൽ റഷീദിനെയും അതിശക്തമായി പ്രഹരിച്ചുകൊണ്ട് തുടർച്ചയായ ബൗണ്ടറികളും സിക്സറുകളും നേടിയെങ്കിലും അപ്പോഴേക്കും വിജയലക്ഷ്യം അവർക്ക് എത്തിപ്പിടിക്കാവുന്നതിലും ഏറെ അകലെയായിരുന്നു. 50-ാം ഓവറിൽ ആദിൽ റഷീദിന്റെ പന്തിൽ ഗുർനൂർ ബ്രാർ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ സിക്സറും സ്വീപ്പ് ഷോട്ടിലൂടെ 4ഉം അടിച്ചുകൊണ്ട് ഇന്നിംഗ്സ് അവസാനിപ്പിക്കുമ്പോൾ നിശ്ചിത 50 ഓവറുകളിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസ് എടുക്കാനേ ഇന്ത്യക്ക് സാധിച്ചുള്ളൂ. ഇംഗ്ലീഷ് ബൌളർമാരുടെ പ്രത്യേകിച്ച് അവസാന നിമിഷങ്ങളിൽ 4 വിലപ്പെട്ട വിക്കറ്റുകൾ വീഴ്ത്തി മത്സരത്തിന്റെ ഗതി തിരിച്ചു വീഴ്ത്തിയ സാം കറന്റെ അതിമാരകമായ ബൌളിംഗിന് മുന്നിൽ പതറിയ ഇന്ത്യൻ ടീം 27 റൺസിന്റെ അത്രയും വേദനിപ്പിക്കുന്ന പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ ലോർഡ്സിലെ ചരിത്ര മൈതാനത്ത് 2-1 എന്ന നിലയിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ഈ നിർണായക ഏകദിന പരമ്പര സ്വന്തമാക്കിയതിന്റെ ആവേശത്തിൽ അവരുടെ കളിക്കാർ പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ച ആ ദൃശ്യങ്ങൾ ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ തീരാത്ത ഒരു നൊമ്പരമായി എന്നേക്കുമായി അവശേഷിച്ചു. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.